നമ്മളിൽ ഭൂരിഭാഗവും ഇപ്പോൾ ആരോഗ്യകാര്യത്തിൽ വലിയ ശ്രദ്ധയുള്ളവരാണ് അല്ലേ? എന്നും ജിമ്മിൽ പോകുന്നവർ, ആഹാരം ഹെൽത്തിയായി മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുന്നവർ. അതിലേറ്റവും പ്രധാനം പ്രോട്ടീൻ പൗഡറാണ്. ഒരു സമയത്ത് മസിൽ ബിൽഡിങ്ങിൽ താല്പര്യമുള്ളവർ മാത്രമായിരുന്നു പ്രോട്ടീൻ പൗഡർ കഴിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ജിമ്മിൽ പോകുന്ന എല്ലാവരും ശരീരത്തിലെ പ്രോട്ടീൻ ഇൻടേക്കിനായി ആശ്രയിക്കുന്നത് പ്രോട്ടീൻ പൗഡറിനെയാണ്. പ്രോട്ടീൻ പൗഡർ ഡെയിലി ഡയറ്റിൻ്റെ ഭാഗമാക്കിയവർ ഇന്ന് ഒരുപാട് പേരുണ്ട്. ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ ട്രെയിനറിൻ്റെയോ ഒക്കെ നിർദ്ദേശപ്രകാരമാകാം പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നത്. ഫിറ്റ്നസ് നിലനിർത്താൻ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ പ്രോട്ടീൻ ഷേക്ക് കുടിക്കാറുമുണ്ട്. പ്രോട്ടീൻ ഷേക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണോ, ശരീരത്തിന് ദോഷമാണോ എന്ന ചോദ്യം അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ ചർച്ചയാകുന്നത് പ്രോട്ടീൻ പൗഡറിലെ ഹാനികരമായ ലോഹവസ്തുക്കളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഒരു പഠന റിപ്പോർട്ടാണ്. അമേരിക്കയിൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമായ കൺസ്യൂമർ റിപ്പോർട്ട്സ് നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ പരിശോധിക്കുന്ന ഏജൻസിയാണ് ഇത്. പ്രോട്ടീൻ പൗഡറുകളിലെ ചില ബ്രാൻഡുകളിൽ ലെഡ്, കാഡ്മിയം തുടങ്ങിയ ഘനലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. അതിൽ ഏറ്റവും കൂടുതലായി കണ്ടെത്തിയിരിക്കുന്നത് ലെഡിന്റെ സാന്നിധ്യമാണ്. ലോകത്തിലെ തന്നെ 23 ജനപ്രിയ പ്രോട്ടീൻ പൗഡറുകളും റെഡി ടു ഡ്രിങ്ക് ഷേക്കുകളും ഗവേഷകർ പരീക്ഷിച്ചതിൽ നിന്ന് 2 ഭാഗത്തിലും അപകടകരമാം വിധം ഉയർന്ന അളവിൽ ലെഡ് അടങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ എത്താൻ പാടില്ലാത്ത അളവിലാണ് ലെഡ് ഈ പ്രൊഡക്റ്റുകൾ ശരീരത്തിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇവർ പരീക്ഷണം നടത്തിയ ഭൂരിഭാഗം പ്രോട്ടീൻ പൗഡറുകളിലും അനുവദിക്കാൻ കഴിയുന്നതിലും 10% അളവിലാണ് ലെഡിൻ്റെ സാന്നിധ്യം ഉള്ളത്. മാത്രമല്ല 15 വർഷം മുൻപ് ഇതേ പ്രൊഡക്റ്റുകൾ ടെസ്റ്റ് ചെയ്തപ്പോൾ സുരക്ഷിതം എന്ന് വിലയിരുത്തിയ പല ബ്രാൻഡുകളുമാണ് ഇപ്പോൾ വിഷമയമുള്ളത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഏറ്റവും ഞെട്ടിക്കുന്നത് സസ്യ പ്രൊഡക്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അതായത് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ പൗഡറുകളിലും ഈ ലെഡിൻ്റെ അംശം ഉണ്ട് എന്നതാണ്. വളരെ നാച്ചുറൽ എന്ന് വിശേഷിപ്പിക്കുന്ന പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ പൗഡറുകൾക്ക് ആരാധകർ ഒരുപാടാണ്. ഈ പഠനം പറയുന്നത് ഏറ്റവും വലിയ വില്ലൻ ചോക്ലേറ്റ് ഫ്ലേവേർഡ് പ്രോട്ടീൻ പൗഡറുകളും ഷേക്കുകളുമാണ് എന്നാണ്. വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ള പൗഡറുകളേക്കാൾ 4 ഇരട്ടി കൂടുതൽ ലെഡും 110 മടങ്ങ് വരെ അധികം കാഡ്മിയം അടങ്ങിയിട്ടുള്ളതും ചോക്ലേറ്റ് പ്രോട്ടീൻ പൗഡറിലാണ്. ഈ കാഡ്മിയം ക്യാൻസർ വരെ വരാൻ കാരണമാകുന്നുവെന്നും പഠനങ്ങൾ പറയുന്നു. രസതന്ത്രജ്ഞനും പ്രൊജക്റ്റിലെ മുഖ്യ ഗവേഷകനുമായ ടുൻഡെ അഗിലെ പറയുന്നത് ഒരു കാരണവശാലും ദിവസവും പ്രോട്ടീൻ പൗഡർ കഴിക്കരുത് എന്നാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിയുടെ ദൈനംദിന ആവശ്യത്തിനുള്ള പ്രോട്ടീനായി പ്രോട്ടീൻ പൗഡറിൻ്റെ ആവശ്യമില്ലെന്നുമാണ്. 2022 മുതൽ FDA നിശ്ചയിച്ചിരിക്കുന്നത് കുട്ടികളിൽ 2.2 മൈക്രോഗ്രാം ലെഡിലും ചെറുപ്പക്കാരായ സ്ത്രീകൾക്ക് 8.8 മൈക്രോഗ്രാം ലെഡിലും അധികം ഒരു ദിവസം ശരീരത്തിൽ എത്താൻ പാടില്ല എന്നതാണ്. ഈ ലെവലുകൾക്ക് മുകളിലുള്ള അളവ് ലെഡ് ശരീരത്തിൽ എത്തുന്നത് ആരോഗ്യ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കും. അവർ പരിശോധിച്ച ഉൽപ്പന്നങ്ങളിൽ നേക്കഡ് ന്യൂട്രീഷൻ്റെ വീഗൻ മാസ് ഗെയിനറിൽ ഒരു സെർവിങ്ങിൽ തന്നെ 7.7 മൈക്രോഗ്രാം എന്ന ഏറ്റവും ഉയർന്ന തോതിൽ ലെഡ് ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ ഹ്യൂവലിൻ്റെ ബ്ലാക്ക് എഡിഷൻ പൗഡറിൽ 6.3 മൈക്രോഗ്രാം എന്ന തോതിൽ ലെഡ് ഒറ്റ സെർവിങ്ങിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഓർക്കേണ്ടത് ഒരു ടിൻ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അല്ല, മറിച്ച് ഒരു ദിവസം എടുക്കുന്ന 1-2 സ്പൂണിൽ തന്നെ ഇത്രയധികം ഉയർന്ന അളവിലുള്ള ലെഡ് നിങ്ങളുടെ ശരീരത്തിൽ എത്തുന്നു എന്നതാണ്. പാൽ ഉൽപ്പന്നങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പ്രോട്ടീൻ പൊടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ സസ്യാധിഷ്ഠിത പൗഡറുകളിൽ 9 മടങ്ങ് കൂടുതൽ ലെഡിൻ്റെ സാന്നിധ്യമുള്ളതായി കണ്ടെത്തി. ബീഫ് അടിസ്ഥാനമാക്കിയുള്ള പൊടികളിൽ കാണപ്പെടുന്നതിൻ്റെ ഇരട്ടി അളവ് ലെഡും ഈ പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്ട്സിൽ ഉണ്ട്. പാൽ ഉൽപ്പന്നങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പൊടികളിൽ സാധാരണയായി ലെഡിൻ്റെ അളവ് കുറവാണെങ്കിലും ഇവയിൽ പകുതിയും ഇപ്പോഴും ശുപാർശ ചെയ്യുന്ന പരിധിയിൽ അധികമുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. അധികമായ അളവിൽ ലെഡ് നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ എല്ലുകൾക്കിടയിൽ ഇത് അടിഞ്ഞുകൂടി കിടക്കുകയും പുറന്തള്ളപ്പെടാൻ ഒരുപാട് കാലതാമസം എടുക്കുകയും ചെയ്യും. ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, വൃക്ക തകരാറുകൾ എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഗർഭിണികളുടെ ശരീരത്തിൽ ഒരു കാരണവശാലും ലെഡിൻ്റെ അംശം എത്താൻ പാടില്ല. അത് കുഞ്ഞിൻ്റെ വളർച്ചയെ തന്നെ ബാധിക്കും. ആഹാരത്തിലൂടെ പ്രോട്ടീൻ എടുക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതമെന്ന് വിദഗ്ധർ പറയുന്നു. പക്ഷേ നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് കഴിക്കണമെങ്കിൽ അത് ഏത് ബ്രാൻഡാണ്, അതിൽ ഏതൊക്കെ പദാർത്ഥങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്, അതിൻ്റെ അളവ് എത്രയാണ് എന്ന് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കണം അത് വാങ്ങുവാനും ഉപയോഗിക്കുവാനും.
2023 അന്നത്തെ ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പാർലമെന്റിലെ ചോദ്യത്തിന് മറുപടിയായി പ്രോട്ടീൻ പൗഡറിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കണക്കുകളിൽ പ്രോട്ടീൻ പൗഡറുകളും മറ്റ് സപ്ലിമെന്റുകളും ഉൾപ്പെടെ 1312 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 202 എണ്ണം ഗുണമേന്മയില്ലാത്തതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് 40,000-ത്തിലധികം കേസുകൾ രജിസ്റ്ററും ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ വെബ്സൈറ്റുകളിൽ വ്യാജന്മാർ കൂടുതലുണ്ട്. യഥാർത്ഥ ഉൽപ്പന്നത്തെ വെല്ലുന്ന പാക്കിങ്ങുമായി അവതരിക്കുന്ന വ്യാജ പ്രോട്ടീൻ പൗഡറുകൾ ഗുണനിലവാരത്തിൽ വളരെ പിന്നിലാണ്. വിലക്കുറവ് കണ്ട് പലരും ഇതിന് പിന്നാലെ പോവുകയും ചെയ്യും. അനാവശ്യ ചേരുവകളില്ലാത്ത നിലവാരമുള്ള പ്രോട്ടീൻ പൗഡറുകൾ കൃത്യമായ വ്യായാമത്തിനൊപ്പം സപ്ലിമെന്റായി എടുക്കുന്നതിൽ തെറ്റില്ല. ആഹാരത്തിന് പകരം എന്ന നിലയിലല്ല, മരുന്ന് പോലെ വേണം സപ്ലിമെന്റ് എടുക്കാൻ. ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ എബി സിറിയക്കിന്റെ നേതൃത്വത്തിൽ നടന്ന സിറ്റിസൺ പ്രോട്ടീൻ പ്രൊജക്ടിന്റെ ഭാഗമായി വിപണിയിൽ ലഭ്യമായ 36 പ്രോട്ടീൻ ബ്രാൻഡുകളുടെ ഗുണമേന്മയും പ്രോട്ടീൻ അളവും പരിശോധിച്ചിരുന്നു. ശരീരത്തിന് ഗുണമില്ലാത്ത നിലവാരം കുറഞ്ഞ അമിനോ ആസിഡുകൾ ഉപയോഗിച്ച് പ്രോട്ടീൻ ഉണ്ടാക്കുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിലൂടെ ഉൽപ്പന്നങ്ങളുടെ പുറത്ത് രേഖപ്പെടുത്തിയ അളവുകളിൽ ഏറ്റക്കുറച്ചിലുകളും ഉള്ളതായി പ്രധാനമായിട്ടും ഈ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ചിലതിൽ രേഖപ്പെടുത്തിയതിൽ കൂടുതൽ പ്രോട്ടീൻ അളവ് ചില പ്രോഡക്റ്റുകളിൽ കണ്ടെത്തിയിരുന്നു. ഇവയ്ക്ക് പുറമെ രുചി, നിറം, ഉൽപ്പന്നത്തിന്റെ ആയുസ്സ് എന്നിവ കൂട്ടാൻ രാസവസ്തുക്കളും ചേർക്കാറുണ്ട്. മാത്രമല്ല, ചില ഹെർബൽ പ്രോട്ടീനിൽ കീടനാശിനികളുടെ സാന്നിധ്യം വരെയും കണ്ടെത്തിയിട്ടുണ്ട്.